ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈ ദുപ്പട്ടയിൽ നമുക്ക് സ്കാലപ്പ് ചെയ്തെടുത്താലോ? അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പേപ്പറാണ്. അതിനുശേഷം നമ്മൾ 1 ഇഞ്ചിലോ അല്ലെങ്കിൽ 1.5 ഇഞ്ചിലോ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെയും കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ സ്ട്രെയിറ്റ് ലൈനൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു അടപ്പാണ്. അടപ്പോ അല്ലെങ്കിൽ കോയിൻ ആയാലും മതി. നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള വലുപ്പമുള്ള കോയിൻ അല്ലെങ്കിൽ അടപ്പ് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു സൈസ് മതി, അതുകൊണ്ടാണ് ഞാൻ ഈ അടപ്പ് എടുത്തത്. നിങ്ങളുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് അടപ്പ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ അടപ്പ് വെച്ചിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. വരയ്ക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് കാണിച്ചു തരുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ സ്കാലപ്പ് ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു സൈസ് കിട്ടിയിരിക്കുന്നത് 1 ഇഞ്ചിലാണ്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയും കുറച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ദുപ്പട്ടയ്ക്ക് ഒരു 1 ഇഞ്ചൊക്കെ മതി. സാരിയിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടിയാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാനായിട്ട്. അതിനുശേഷം നമ്മളതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ക്യാൻവാസ് പേപ്പറാണ്. ക്യാൻവാസ് പേപ്പർ ഉപയോഗിക്കുന്നത് ദുപ്പട്ടയുടെ ബാക്ക് സൈഡിൽ നമുക്ക് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ദുപ്പട്ടയ്ക്ക് എത്ര നീളമുണ്ടോ ആ നീളത്തിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. പക്ഷേ വീതി 1 ഇഞ്ചിൽ കൂടാൻ പാടില്ല. 1 ഇഞ്ച് മതി വീതി. അങ്ങനെ 1 ഇഞ്ച് വീതിയുള്ള ദുപ്പട്ടയുടെ അത്രയും നീളത്തിൽ മുറിച്ചെടുക്കുക. പാർട്ടായിട്ടായിരിക്കുമല്ലോ നമ്മൾ മുറിച്ചെടുക്കുന്നത്. അങ്ങനെ 1, 2, 3 പീസ് നമ്മൾ മുറിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ക്യാൻവാസ് പേപ്പർ ദുപ്പട്ടയുടെ ബാക്ക് സൈഡിൽ വരുന്ന പോലെ നമുക്കൊന്ന് അയൺ ചെയ്ത് എടുക്കാം. അപ്പോൾ ക്യാൻവാസ് പേപ്പറിൻ്റെ ഒരു സൈഡ് അയൺ ചെയ്താൽ നമ്മുടെ ക്ലോത്തിൽ സ്റ്റിക്കാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അതവിടെ സ്റ്റിക്കായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പാറ്റേൺ നമുക്ക് ഇതിൻ്റെ നല്ല സൈഡിൽ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സ്കാലപ്പ് പുറത്തോട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ വെച്ച് വേണം വരയ്ക്കാൻ. സ്കാലപ്പ് അകത്തെ ഭാഗത്ത് ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ചോക്ക് പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 സൈഡും നമുക്ക് വരച്ചെടുക്കാം. ഞാനിവിടെ 4 സൈഡും ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ 2 സൈഡ് മാത്രമായിട്ടും ചെയ്യാൻ പറ്റും. 4 സൈഡ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പം ഞാൻ സ്കാലപ്പ് ചെയ്യുന്നത് ഉഷയുടെ അല്ലൂരി DXL എന്ന മോഡൽ മെഷീനിലാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ നോർമൽ ത്രെഡ് ബോബിൻ കേസിൽ ചുറ്റി കൊടുക്കുകയാണ്. ഈ മെഷീനിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോബിനിൽ ആവശ്യത്തിനുള്ള നൂല് ചുറ്റി കഴിയുമ്പോൾ അത് പിന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. അതിൻ്റെ അർത്ഥം അത് ഫുള്ളായിട്ടുണ്ട്, പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാമെന്നാണ്.
അപ്പോൾ അത് സ്റ്റക്കായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളത് ബോബിനിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള സിൽക്ക് ത്രെഡ് നമുക്ക് നീഡിലിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ലെങ്ത് 0-ൽ സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം സെലക്ടർ നമ്മൾ സിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് 0-ലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നും കൂടെ ശ്രദ്ധിക്കണം, ലെങ്ത് 0, സെലക്ടർ സി, ടെൻഷൻ 0. സ്കാലപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ത്രെഡ് വളരെ സ്ലോയിലായിരിക്കും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളും കൂടി നമ്മുടെ ക്ലോത്ത് ഒന്ന് തെന്നിച്ച് മാറ്റി കൊടുക്കണം. നമ്മുടെ ആ ഡ്രോയിങ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കറക്റ്റായിട്ട് ആ ലൈനിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മെഷീൻ ഒരേ സ്ഥലത്ത് തന്നെ നിന്ന് അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൂട്ടും. അതുകൊണ്ട് നമ്മളും കൂടെ എഫേർട്ട് ഇട്ട് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് ഫ്രണ്ടിലോട്ടും ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ആദ്യം ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ തോന്നും. അതിനുശേഷം നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്കാലപ്പ് ചെയ്തെടുക്കാൻ ഈ മെഷീനിൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്കാലപ്പ് വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ സ്കാലപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒന്നുകിൽ നമുക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സിസേഴ്സ് വെച്ച് തന്നെ നമുക്കിത് മെല്ലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈൻസിലോട്ട് കയറാതെ സൈഡ് ചേർത്ത് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷമുള്ള ലുക്കാണ് ഇത്. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്റ്റിഫും കൂടി കട്ട് ചെയ്ത് മാറ്റണേ. അതിനുശേഷം നമ്മുടെ ഷോളിൻ്റെ ഫൈനൽ ലുക്ക് വരുന്ന ഇതാണ് കേട്ടോ. നമ്മുടെ ഷോളിൻ്റെ സൈഡിലൊക്കെ സ്കാലപ്പ് ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ്.